Hello students, welcome to this class. നമ്മൾ മെഷീൻ ലേണിംഗ് ക്ലാസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 2-3 വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് ലീനിയർ ഓൾജിബ്രയ്ക്കകത്ത് വരുന്ന ഫൈൻഡിങ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടു ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ആൻഡ് ജനറൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഫൈൻഡ് ഓൾ ദ സൊല്യൂഷൻസ് എന്നൊക്കെ വരുന്ന ടോപ്പിക്കിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതായത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നാലും നമുക്കതിനെ സോൾവ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടെത്തണം. അതിനുശേഷം നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് Ax=0 എന്ന് ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്തണം. അതായത് നമ്മൾ സ്പെഷ്യൽ സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത്. ഈ സ്പെഷ്യൽ സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് ഫൈനൽ ജനറൽ സൊല്യൂഷൻ എഴുതണം. ദാറ്റ് മീൻസ് ദ ജനറൽ സൊല്യൂഷൻ ഈക്വൽ ടു ദ പർട്ടിക്കുലർ സൊല്യൂഷൻ പ്ലസ് ദ സ്പെഷ്യൽ സൊല്യൂഷൻ എന്ന് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്നതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഫൈൻഡ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ, ടു ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ആൻഡ് ജനറൽ സൊല്യൂഷൻ, ഫൈൻഡ് ഓൾ ദ സൊല്യൂഷൻസ് എന്നൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ സ്പെഷ്യൽ സൊല്യൂഷൻ, ആൻഡ് ലേറ്റർ ഓൺ വി ഹാവ് ടു കമ്പൈൻ ദ സൊല്യൂഷൻസ് ഓഫ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ആൻഡ് ദ സ്പെഷ്യൽ സൊല്യൂഷൻ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് find all solutions of this equation. നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. x1 plus 8x3 minus 4x4 is equal to 42. 0x1 plus x2 plus 2x3 plus 12x4 equal to 0. So first we have to write the matrix form of this equation. ഇതിൻ്റെ matrix form എന്താണ്? It is represented as, write the coefficients as the matrix. അപ്പോൾ 1 second term ഇല്ല. So second term x2 is 0. So 0, 1 and 0, 8 minus 4. Write the first row. Second row is 0, 1, 2, 12, and the variables are x1, x2, x3, x4 equal to 42 and 8. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഈ മെട്രിക്സിൻ്റെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് കമ്പൈൻ ചെയ്തിട്ട് എന്താണ്, ഫസ്റ്റ് ലീഡിങ് എൻട്രി എന്തായിരിക്കും? 1 ആയിരിക്കും. അതിന് താഴത്തെ എൻട്രി നമ്മൾ 0 ആക്കും അല്ലേ. ഇവിടെ ആൾറെഡി ലീഡിങ് എൻട്രി 1 ആണ്, അതിന് താഴത്തെ എൻട്രി 0 ആണ്. അപ്പോൾ നമുക്ക് പിന്നെ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് റോ ഇവിടെ 0 ആക്കാനായിട്ട് വേറെ കാൽക്കുലേഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നമുക്കിവിടെ കാൽക്കുലേഷൻ ഒന്നും തന്നെ വരുന്നില്ല. അതായത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുത്ത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരുന്നില്ല. അതായത് അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നമുക്കിവിടെ 4 അൺനോൺസ് വരുന്നുണ്ട്. അതായത് 4 അൺനോൺസ് ഏതൊക്കെയാണ്? x1, x2, x3 ആൻഡ് x4. സോ വി ആർ ഗെറ്റിംഗ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇതിനകത്ത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുന്നുണ്ട് അല്ലേ. ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുന്നുണ്ട്. അത് എന്താണ്? 1 0 0 1. വി ആർ ഗെറ്റിംഗ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2x2 ഇൻ ദിസ് ഹിയർ. ദാറ്റ് മീൻസ് ഈ ഐഡൻറ്റിറ്റി കോൺസെപ്റ്റ് വരുന്നതിൽ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിച്ച് ലീഡ്സ് ടു എ പിവോട്ട് എലമെൻറ്റ്. ഇറ്റ് ഈസ് ഗിവൺ ഹിയർ എസ് ഇറ്റ് ഈസ് ആൻ പിവോട്ട് എലമെൻറ്റ് ഇസ് ദിസ്. 1 വരുന്നതിനെല്ലാം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക. അതായത് മെട്രിക്സ് ഫോമിൽ വരുന്ന കറസ്പോണ്ടിങ് പിവോട്ട് എൻട്രീസ് 1 0 0 1 എന്ന എൻട്രിയിലാണ് വരുന്നതെങ്കിൽ, സപ്പോസ് 3x3 മെട്രിക്സ് ആണെങ്കിൽ 1 0 0 0 ആൻഡ് 0 1 0 0 0 1 ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ, ദീസ് ആർ ഓൾ ദ പിവോട്ട് എലമെൻറ്റ്സ് ദാറ്റ് ആർ കറസ്പോണ്ടിങ് ടു ദിസ് വേരിയബിൾ. അപ്പോൾ ഈ പിവോട്ട് എലമെൻറ്റ്സ് വരുന്ന കറസ്പോണ്ടിങ് വേരിയബിൾസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുക. ദിസ് ഇസ് ഫസ്റ്റ് കോളം, ദിസ് ഇസ് സെക്കൻഡ് കോളം. അപ്പോൾ ലെറ്റ് us take it as x1 and x2. മറക്കരുത്, we are considering here the pivot element corresponding variables are x1 and x2. So these two elements are called as x1 and x2 are called as the basic variables. They are the basic variables. So what about x3 and x4? So that means ഇവിടെ ഈ x3 കോളത്തിന് corresponding x3 കോളത്തിലും x4 കോളത്തിലും it is non-zero. There does not exist a pivot element. ഇവിടെ pivot elements വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ x3 and x4 are called as the free variables. Remember that this is very very important.
So when you consider a system of equations, how many variables are there, and we have to identify that which is the pivot element. Pivot element means which wherever we are getting 1, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. So here x1 and x2 are the pivot variables which corresponds to the first column and the second column, and the third column and the fourth column does not contain any pivot elements, so they are called as the free variables. Now we are moving on to the next step, that means the first step, that is to find the particular solution a into x equal to b. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന സൊല്യൂഷനിൽ നിന്ന് ഇപ്പം നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ നിന്ന് ആദ്യം കണ്ടെത്തേണ്ടത് പിവോട്ട് എലമെൻസിൻ്റെ വേരിയബിൾസ് വരുന്നതിനെ ബേസിക് വേരിയബിൾസ് എന്നും ബാക്കി വരുന്ന വേരിയബിൾസിനെയാണ് എന്താണ് ഫ്രീ വേരിയബിൾസ് എന്ന് എടുക്കുന്നത്. ആ ഫ്രീ വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം, സീറോയ്ക്ക് സെറ്റ് ചെയ്യണം. വി ഹാവ് ടു സെറ്റ് ദ ഫ്രീ വേരിയബിൾസ് x3 and x4 to 0. If you have only one variable as free variable, we have to set that single variable to 0. Here ഇവിടെ നമുക്ക് x3 and x4 are the free variables, so we set x3 equal to 0 and x4 equal to 0. When you set x3 and x4 equal to 0 in this equations, so in this system of equations, when you substitute here x3 and x4 equal to 0, എന്തായിരിക്കും വരുന്നത്? What do you get from this equation? See, in this equation, when you substitute x3 equal to 0 and x4 equal to 0, here also you substitute x3 equal to 0 and x4 equal to 0, so that you will get x1 equal to 42 and x2 equal to 8, isn't it? So that you will get here. So on substituting, you will get x1 is equal to 42 and x2 equal to 8. So therefore xp, the particular solution, is denoted as xp, that is equal to the variables as x1, x2, x3, x4. See, this is equal to x1, x2, x3 and x4. So that is equal to, what is x1? 42, 8, 0, 0. This is the particular solution. So this is the first step. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, we have to find the special solution. How will you find the special solution? Let a into x equal to 0 എന്ന് കൺസിഡർ ചെയ്യുക. a x equal to 0 എന്ന് നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇക്വേഷൻസ് എന്താണ്? ആൾറെഡി നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 42 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 8 അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താ? എ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ എക്സ് ഈക്വൽ ടു 0 കിട്ടാനായിട്ട് ഈ ഇക്വേഷൻസ് ഈക്വൽ ടു 0, ഫസ്റ്റ് ഇക്വേഷൻ ഈക്വൽ ടു 0, സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ ഈക്വൽ ടു 0, ഇക്വേറ്റ് s equal to 0. ഇപ്പോൾ നമുക്കറിയാം x3 and x4 are the free variables, x1 and x2 are the basic variables. So since x3 and x4 are the free variables, നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് we have to set ഇതിനകത്ത് എത്ര നോൺ സീറോ ഫ്രീ വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കുക. സപ്പോസ് ഒരേ ഒരു ഫ്രീ വേരിയബിൾ ആണ് ഉള്ളതെങ്കിൽ, x3 മാത്രമാണ് ഉള്ളതെങ്കിൽ, അതിന് ഒരു നോൺ സീറോ അല്ലാത്ത ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കുക. അതായത് എന്താണ്? ഇപ്പോൾ എത്ര ഫ്രീ വേരിയബിൾസ്, ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ എത്ര ഫ്രീ വേരിയബിൾസ് ഉണ്ടെങ്കിലും ശരി, ഫോർ എക്സാമ്പിൾ x3, x4, x5 എന്നിങ്ങനെ നമ്മുടെ കയ്യിൽ 3 ഫ്രീ വേരിയബിൾസ് ഉണ്ടെന്ന് കരുതിക്കോ. ഈ 3 ഫ്രീ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ കയ്യിലുള്ള ഫ്രീ വേരിയബിൾസിൽ എല്ലാത്തിനെയും നമ്മൾ സീറോയ്ക്ക് സെറ്റ് ചെയ്യണം, ബട്ട് ഏതെങ്കിലും ഒന്നിനെ നോൺ സീറോ എന്ന് സെറ്റ് ചെയ്യണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് ഹിയർ? സോ ഹിയർ ഇഫ് യു ഹാവ് any number of, and if you have more than 1 or 2 or 3 free variables, you have to set all the variables to equal to 0 except any one. അപ്പോൾ ലെറ്റ് മീ സെറ്റ് ലൈക്ക് ദിസ്. സപ്പോസ് x3 ഈസ് ഈക്വൽ ടു 1 എന്നോ -1 എന്നോ എന്തെങ്കിലും ഒരു നോൺ സീറോ വാല്യൂ ഞാനിവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ടുള്ളത് എന്താണ്? 1 ആണ് അല്ലേ? അടുത്തത് x4 ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്യുക, x5 ഈക്വൽ ടു 0 എന്നിങ്ങനെ സെറ്റ് ചെയ്യുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്താൽ എന്തായിരിക്കും വരിക? അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന സ്പെഷ്യൽ സൊല്യൂഷനിൽ വി ആർ സെറ്റിംഗ് ഹിയർ ആസ് x1 പ്ലസ് 8x3 മൈനസ് 4x4 ഈക്വൽ ടു 0. ഇൻ ദിസ് വി സെറ്റ് ആൻ ഇക്വേഷൻ ആസ് x3 ഈക്വൽ ടു 1 ആൻഡ് x4 ഈക്വൽ ടു 0. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനിൽ x3 1 എന്നും x4 0 എന്നും നമ്മൾ സെറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് എന്തായിരിക്കും ഇവിടെ വരുന്നത്? x1 പ്ലസ് 8 ഇൻറ്റു 1 മൈനസ് 4 ഇൻറ്റു 0
0 equal to 0. Therefore, x1 equal to minus 8 and x2 plus 2 into 1 plus 12 into 0. That is equal to x2 equal to minus 2. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു സെറ്റ് ആൻസർ നമുക്ക് കിട്ടിയ ആൻസറിനെ നമുക്ക് ലെറ്റ് x1 equal to the column matrix x1, x2, x3, x4 എന്നിങ്ങനെ എഴുതുക. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് ആൻസർ നമുക്ക് x1 വി ആർ ഗെറ്റിംഗ് ഹിയർ ആസ് -8, x2 ഈക്വൽ ടു -2, x3 ഈക്വൽ ടു 1 ആൻഡ് x4 ഈക്വൽ ടു 0. ദിസ് ഇസ് ദ സൊല്യൂഷൻ ഹിയർ. Now, this is one of the solution. Now, ഇനി അടുത്തത് നമ്മൾ തിരിച്ചെടുക്കുക. ഇതേപോലെ ഇപ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടെങ്കിലും ശരി, നമ്മളിവിടെ ആദ്യം x3 ഈക്വൽ ടു 1, x4 ഈക്വൽ ടു 0 ഇങ്ങനെ എടുക്കുന്നു. അടുത്തത് നമുക്ക് x3 ഈക്വൽ ടു 0, x4 ഈക്വൽ ടു 1 എന്നെടുക്കാം, x5 ഈക്വൽ ടു 0 എന്നെടുക്കാം. പിന്നെ അടുത്തത് നമുക്ക് എടുക്കാം x3 ഈക്വൽ ടു 0, x4 ഈക്വൽ ടു 1 ആൻഡ് x4 ഈക്വൽ ടു 0, x5 ഈക്വൽ ടു 1. അങ്ങനെ നമുക്ക് ഇതിൽ 3 തരം സൊല്യൂഷൻ എടുക്കാം. അതേപോലെ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ x3 ഈക്വൽ ടു 1 എന്നും x4 ഈക്വൽ ടു 0 എന്നും എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? x3 ഈക്വൽ ടു 0, x4 ഈക്വൽ ടു 1 എന്ന് എടുക്കുക. അന്നേരം നമുക്ക് എന്തായിരിക്കും വരുന്നത് നോക്കിക്കേ. x1 ഇസ് ഈക്വൽ ടു -4 ആൻഡ് x2 ഈക്വൽ ടു -12 എന്ന് കിട്ടുന്നുണ്ട്. Therefore, x2 ഈക്വൽ ടു x1, x2, x3, x4 ദാറ്റ് ഇസ് ഈക്വൽ ടു 4 -12 0 1 എന്ന സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ സ്പെഷ്യൽ സൊല്യൂഷൻ എഴുതണം. അപ്പോൾ ഇതിൽ x1 x2 ആണ് സ്പെഷ്യൽ സൊല്യൂഷനിൽ വരുന്നത്. അപ്പോൾ സ്പെഷ്യൽ സൊല്യൂഷൻ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ 2 റിയൽ നമ്പേഴ്സിൻ്റെ കോൺസ്റ്റൻറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമ്മൾ എഴുതുമ്പോൾ λ1 ഇൻറ്റു x1 പ്ലസ് λ2 ഇൻറ്റു x2. ഇനി x3 എന്നൊരു സൊല്യൂഷൻ കൂടി ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പ്ലസ് λ3 എന്നും കൂടി എടുക്കണം, ഇൻറ്റു x3 എന്നും കൂടി എടുക്കണം. നമ്മൾ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞു. ഇനി സ്പെഷ്യൽ സൊല്യൂഷൻ അതായത് λ1 ഇൻറ്റു സ്പെഷ്യൽ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു λ1 ഇൻറ്റു x1 പ്ലസ് λ2 ഇൻറ്റു x2 ദാറ്റ് ഇസ് λ1 ഇൻറ്റു x1ൻ്റെ സൊല്യൂഷൻ പ്ലസ് λ2 ഇൻറ്റു x2 സൊല്യൂഷൻ ദാറ്റ് ഇസ് 4 -12 0 1. Here you have to write the answer. At last, third step എന്ന് പറയുന്നത് general solution. So the general solution is x equal to xp, the particular solution plus the special solution, that is equal to the particular solution is 42 8 0 0 the column matrix plus λ1 into -8 -2 1 0 plus λ2 into 4 -12 0 1, where λ1 and λ2 belongs to the real numbers, they are the constants. So here we are doing 3 steps. നമ്മളിവിടെ 3 steps ചെയ്യുന്നുണ്ട്. The first step, if it is asked in the question that find all the solutions, so നമ്മളിവിടെ മെയിൻലി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനു മുന്നേ കുറേ കാൽക്കുലേഷൻസ് വരേണ്ടതാണ്. ആ കാൽക്കുലേഷൻസ് ഒന്നും നമ്മൾക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് എ സ്മോൾ എക്സാമ്പിൾ. സോ ഇൻ ദിസ് വി ആർ കൺസിഡറിങ് ഹിയർ ആസ് 4 unknowns x1 x2 x3 x4. അതിൽ പിവോട്ട് എലമെൻറ്റ് വരുന്നത് x1 x2 കറസ്പോണ്ടിങ് കോളത്തിലാണ്. സോ നമ്മൾ x1 x2 നമ്മൾ എന്താ എടുക്കുന്നത്? വി ആർ ഗോയിങ് ടു കൺസിഡർ ദിസ് ഇസ് ദ basic variables, and x3 and x4 are the free variables. So first we have to find the particular solution, then we have to find the special solution, at last you have to write the general solution. So now one more problem based on this. Okay, the next question is second question. Find all the solutions depending on b1 b2 b3 or equations തന്നിട്ടുണ്ട്. x minus 2y minus 2 is equal to b1, 2x minus 5y minus 4 is equal to b2, 4x minus 9y minus 8 is equal to b3. First step, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ മെട്രിക്സിൽ കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വന്നില്ല. കാരണം അവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആദ്യമേ അവിടെ തന്നെ എക്സിസ്റ്റ് ആവുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ എഴുതുക. എ മെട്രിക്സും ബി മെട്രിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലീഡിങ് എൻട്രി, അതായത് പിവോട്ട് എലമെൻറ്റ് എൻട്രി 1 ആയിരിക്കണം. അതിന് താഴത്തെ എൻട്രീസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ നമുക്കിവിടെ ഫസ്റ്റ് എൻട്രി 1 തന്നെയാണ്. സോ നമ്മൾ
വി ഹാവ് ടു മേക്ക് ബാക്കി രണ്ട് എൻട്രീസും 0 ആക്കാൻ നോക്കണം. അതിനായിട്ട് ഫസ്റ്റ് റോ ഫിക്സ് ചെയ്യുമ്പോൾ താഴെ എത്ര കാൽക്കുലേഷൻസ് വേണ്ടി വരുന്നു? 2 കാൽക്കുലേഷൻസ് വേണ്ടി വരുന്നു, R2നും R3ക്കും. അപ്പോൾ R2ൻ്റെ കാൽക്കുലേഷൻ എന്താണ്? നമ്മൾ ഈ സ്റ്റെപ്പ്, അതായത് ഈ ആൻസറിൽ ഈ സ്റ്റെപ്പ് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ അതിനടുത്തായിരിക്കണം അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ R2 is replaced with R2 minus 2R1 and R3 is replaced with R3 minus 4R1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കേ. 2 minus 2 0 minus 5 minus 2 into minus 2. അപ്പോൾ minus 5 plus 4 equal to minus 1 minus 4 plus 4. അപ്പോൾ ആൻസർ 0. ഇവിടെ 2 into B2 2 into B1 minus 2 into B1 plus B2 ആയിരിക്കും വരുന്നത്. ഇനി തേർഡ് റോ 4 minus 4 ആണ്. ഫസ്റ്റ് റോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. സോ ഇവിടെ 4 minus 9 minus 8 B3 എന്നാണ് വരുന്നതെങ്കിൽ R3, അപ്പോൾ 4R1 എന്ന് കൂടി എഴുതുക. അപ്പോൾ 4 minus 8 ഇവിടെ എന്തായിരിക്കും വരുന്നത്? 4 minus 8 4B1. സോ എന്നിട്ട് നമുക്കിവിടെ സബ്ട്രാക്ഷൻ, സോ മൈനസ് പ്ലസ് മൈനസ്, സോ 0 minus 1 0 ഹിയർ minus 4B1 plus B3 എന്ന് തന്നെ എടുക്കുക. സോ ആൻസർ 0 minus 1 0 minus 4B1 plus B3. ഇനി നമുക്ക് ഫസ്റ്റ് റോ ഇതേപടി എഴുതുക, സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുക. താഴെ ഒരേ ഒരു കാൽക്കുലേഷൻ, ഈ ഒരു എൻട്രി ലീഡിങ് എൻട്രി -1 ആണ്. അപ്പോൾ അതിന് താഴത്തെ എൻട്രി 0 ആക്കാൻ നമ്മൾ നോക്കുന്നു. സോ അതിനായിട്ട് R2 നമ്മൾ കൊടുക്കുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് R3 is replaced with R3 minus R2 എന്ന് നമ്മളിവിടെ കൊടുക്കുന്നു. സോ -1 0, ഇവിടെ ആൾറെഡി 0 ആണ്, ഈ എൻട്രി 0 ആണ്. സോ നമുക്ക് വരുന്നത് എന്താണ്? -4B1 plus B3 minus 2B1 plus B2. That is equal to -4B1 plus B3 plus 2B1 minus B2. That is equal to -2B1 minus B2 plus B3 ഇതായിരിക്കും വരുന്നത്. അതാണ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സിൻ്റെ ഫോർമാറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ഇതിൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ എന്താണ് R2ന് ഇനി അടുത്തത് ഒരു കാൽക്കുലേഷൻ കൂടി നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ ആഡ് വൺ മോർ കാൽക്കുലേഷൻ സച്ച് ദാറ്റ് യു ക്യാൻ ഡിവൈഡ് ദിസ് സെക്കൻഡ് റോ ബൈ -1 മൾട്ടിപ്ലൈ ബൈ സെക്കൻഡ് റോ ബൈ -1 ചെയ്യാം. അപ്പോൾ അന്നേരം നമുക്ക് ഇവിടെ വരുന്ന മെട്രിക്സിൻ്റെ ഫോർമാറ്റ് കാണുമ്പോൾ തന്നെ ഈ ഒരു ഇക്വേഷൻ, സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ എത്ര വേരിയബിൾസ് എക്സ് വൈ ഇസഡ് എന്ന 3 വേരിയബിൾസ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കുമ്പോൾ തന്നെ ദിസ് ആൻസർ ഇസ് ഈക്വൽ ടു -2B1 എങ്കിൽ മാത്രമേ ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ -2B1 minus B2 plus B3 ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ആൻസർ അങ്ങനെയാണെങ്കിൽ സം കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും വരുന്നത്? സം കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0 എന്നല്ലേ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്താണ്? തെറ്റായ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. So in such situation നമുക്കിവിടെ സൊല്യൂഷൻ കിട്ടത്തില്ല. So we can say that in this case the system of equations has no solutions. അപ്പോൾ നമ്മൾ എടുക്കുന്നു if suppose this answer is equal to 0, that means -2B1 minus B2 plus B3 is equal to 0. അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻറ്റേർണൽ കാൽക്കുലേഷൻ കൂടി ചെയ്യുന്നുണ്ട്. അതായത് ഞാനിവിടെ R2നെ R2 ഇൻറ്റു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എന്തായിരിക്കും വരുന്നത്? ഫസ്റ്റ് എൻട്രിയിൽ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് പിവോട്ട് എലമെൻറ്റിൻ്റെ ഫസ്റ്റ് എൻട്രി നോക്കിക്കേ 1, താഴെ 2 എൻട്രീസ് 0 വരുന്നുണ്ട്. ഇനി ഈ ഒരു എൻട്രി 1 ആക്കാൻ ഞാനിവിടെ -1നെ 1 ആക്കാൻ അതിനെ ആ റോയെ സെക്കൻഡ് റോയിൽ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കൊരു ആൻസർ ഇങ്ങനെ വരുന്നുണ്ട്. ബട്ട് തേർഡ് റോ ഇവിടെ എനിക്ക് 1 വരുന്നില്ല, ആൾറെഡി അത് 0 ആയി. അപ്പോൾ എനിക്കിവിടെ എക്സിസ്റ്റ് ആവുന്നത് ഒരു 2x2 മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇവിടെ എക്സിസ്റ്റ് ആവുന്നത്.
3/3 എനിക്കിവിടെ വരുന്നില്ല. കാരണം നമുക്ക് ഈ എൻട്രി ഇവിടെ ഓൾറെഡി 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വരുന്ന മെട്രിക്സ് ഒരു 2/2 മെട്രിക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ വി സേ ദാറ്റ് അപ്പോൾ ദിസ് ഇസ് ദ പിവോട്ട് എലമെൻറ്റ്. ഐ എം ജസ്റ്റ് റൗണ്ടിങ് ദിസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പിവോട്ട് എൻട്രി വരുന്ന കറസ്പോണ്ടിങ് കോളം, അതായത് x1 ആൻഡ് x2, ദിസ് x1 ആൻഡ് x2 അല്ലെങ്കിൽ x ആൻഡ് y നമുക്ക് എടുക്കാം. x ആൻഡ് y എന്ന് തന്നെ എടുക്കാം. ദിസ് x ആൻഡ് y ആർ കോൾഡ് ആസ് the basic variables, and this x and y are called the basic variables, and remaining this variable is called as endana idu b matrix inde column aanu. So the remaining this column is the free variable. This is the free variable column. X and y are the basic variables. X and y are the basic variables. So now here we get here ഇതിൽ എന്താ വരുന്നത്, ഞാനിവിടെ ഒരു ചെറിയ കാൽക്കുലേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിവിടെ പറഞ്ഞല്ലോ ഈ 0 എങ്ങനെ വന്നു, നമുക്ക് ഈ 0 എങ്ങനെ വന്നു എന്ന് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മളിവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യുന്നു. അതായത് 100 ഈ എൻട്രി 0 മേളിൽ എന്തായിരിക്കണം വരേണ്ടത്, 0 ആണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കാൽക്കുലേഷൻ, അതായത് ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ അല്ല, ഇവിടെ നമ്മൾ റോ ഓപ്പറേഷൻസ് വീണ്ടും നമ്മൾ കൊടുക്കുവാണ്. അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 ഈ ഒരു ഫോർമാറ്റ്, അതായത് 1 0 0 1 എന്ന ഫോർമാറ്റ് വരണമെങ്കിൽ ഈ ഒരു എൻട്രി നമുക്ക് 0 ആയിരിക്കണം. അതായത് ഈ -2 എന്ന് പറയുന്ന എൻട്രി നമുക്ക് 0 ആക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് കാൽക്കുലേഷനാണ് കൊടുക്കേണ്ടത്, ഫസ്റ്റ് റോ R1ലാണ് നമ്മൾ കാൽക്കുലേഷൻ കൊടുക്കേണ്ടത്. R1ൽ നിന്ന് R2ൽ ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും വരുന്നത്, അപ്പോൾ നമുക്ക് ആൻസർ ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും വരുന്നത്. അതായത് -2 + 2 എന്ന് കൊടുത്താൽ ആൻസർ 0 വരും. അതായത് ഞാനിവിടെ R1 - 2 R2 എന്ന് കൊടുക്കുവാണ്. അപ്പോൾ അന്നേരം എനിക്കിവിടെ 1 - 0 എന്താ 1, -2 + 2 ആൻസർ 0. വീണ്ടും -2 - 0 -2. ദെൻ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്, നമ്മുടെ ആൻസർ 5 b1 - 3 b2 ആണ് വരുന്നത്. അതായത് R1 b1 മൈനസ് നമ്മുടെ ആൻസർ b1 മൈനസ് എന്താണ് 2 × -2 b1 + b2. അതായത് b1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 b1 minus 2 into b2, that is 4b1 plus b1 is 5b1 minus 2 into b2. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ 0 1 0, ദെൻ ഇവിടെ ഒരു മൈനസ് കൊണ്ട് ആൾറെഡി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2b1 മൈനസ് b2 വരുന്നുണ്ട്. എന്നിട്ട് ഈ ആൻസറിന് അതേപടി ലാസ്റ്റ് റോയ്ക്ക് നമുക്ക് കാൽക്കുലേഷൻ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ ഒരു 2/2 മെട്രിക്സ് ഫോം ചെയ്യുന്നത് കാരണം ഈ രണ്ട് എൻട്രീസ് ആണ് പിവോട്ട് എൻട്രി എലമെൻറ്റ്. അങ്ങനെ വരുമ്പോൾ പിവോട്ട് സിംറ്റംസ് വരുന്നത് എക്സ് ആൻഡ് വൈ ഹാവ് ദ പിവോട്ട് വേരിയബിൾ. സോ ദാറ്റ് ഇസെറ്റ് ഇസ് ദ third variable. അതായത് third variable corresponds to the free variable corresponds to the third column. So it is a free variable. അവിടെ pivot elements ഇല്ല. pivot element ആക്കാൻ നമുക്ക് എവിടെ ഏത് എൻട്രിയാണ് ആക്കേണ്ടത്? ഈ ഒരു എൻട്രിയാണ് നമ്മൾ പിവോട്ട് എലമെൻറ്റ് എൻട്രി ആക്കേണ്ടത്. പക്ഷേ അത് അവിടെ 0 ആയിപ്പോയി. അത് കാരണം വി ഗെറ്റ് എ 2/2 മെട്രിക്സ്. സോ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം. ആദ്യത്തേത് എങ്ങനെ? ഫസ്റ്റ് നമ്പർ 1 പർട്ടിക്കുലർ സൊല്യൂഷൻ. സോ Ax = B എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ എത്ര ഫ്രീ വേരിയബിൾസ് ഉണ്ടോ അത്രയും ഫ്രീ വേരിയബിൾസിനെ നമ്മൾ 0ക്ക് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 0ക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താ? x - 2z = 5b1 - 3b2 എന്ന് വരും. y = 2b1 - b2. അതായത് z = 0 നമ്മൾ സെറ്റ് ചെയ്യുവാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്? z = 0. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റോ നോക്കേണ്ട കാര്യമില്ല. ഇതിലിവിടെ x - 2z ആണ് വരുന്നത്. അപ്പോൾ ഇസെറ്റിന് നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അന്നേരം എന്തായിരിക്കും വരുന്നത്? x = 5b1 - 2b2. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്പെഷ്യൽ സൊല്യൂഷൻ എടുക്കാൻ ടേക്ക് Ax = 0. സോ Ax = 0 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഏതെങ്കിലും ഒരു എത്ര ഫ്രീ വേരിയബിൾസ് ഉണ്ടോ അതിൽ ഒരെണ്ണത്തിന് നോൺ സീറോ ആക്കിയിട്ട് 1 എന്നോ -1 എന്നോ ഏറ്റവും എളുപ്പമുള്ള ഒരു നോൺ സീറോ എലമെൻ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളത് 0 ആക്കുക.
കൊടുക്കുക. പക്ഷെ നമുക്കിവിടെ ഒരേ ഒരു ഫ്രീ വേരിയബിൾ മാത്രമാണ് വരുന്നത്. ഹിയർ ഓൺലി വൺ ഫ്രീ വേരിയബിൾ. ലെറ്റ് ഇസ് ഈക്വൽ ടു 1 എന്നിട്ട് കൊടുക്കുക. അപ്പോൾ അന്നേരം നമുക്ക് ഇക്വേഷനിൽ ഇടുമ്പോൾ AX ഈക്വൽ ടു B1 B2 B3 ഒന്നും വരത്തില്ല. ഇവിടെ എന്തായിരിക്കും വരുന്നത് ആൻസർ? 0. സോ x മൈനസ് 2z ഈക്വൽ ടു 0. അടുത്തത് y ഈക്വൽ ടു 0 വരുന്നുണ്ട്. y ഈക്വൽ ടു 0 ഇടുമ്പോൾ z ഈക്വൽ ടു 1 ആണ്. സോ ദെയർഫോർ x ഇസ് ഈക്വൽ ടു എന്താണ്? z ഈക്വൽ ടു 1 ഇടുമ്പോൾ x ഈക്വൽ ടു 2 ആയിരിക്കും ഒരു സൊല്യൂഷൻ. y ഈക്വൽ ടു 0 ഇസ് ദ സെക്കൻഡ് സൊല്യൂഷൻ. z ഈക്വൽ ടു 1 ഇസ് ദ നെക്സ്റ്റ് സൊല്യൂഷൻ. സോ ദെയർഫോർ xp the particular special solution x is, that is the special solution, is equal to 2 0 1. Therefore the general solution is, how will you write the general solution? xp equal to lambda into the special solution, that is equal to xp is 5b1 minus 2b2, here 2b1 minus b2 0 plus lambda into 2 0 1, where lambda belongs to r, the real numbers. So therefore ഇവിടെ b1 b2 b3 എന്താണ് എന്നുള്ളത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് എന്നുള്ള അസംഷനിലാണ്. എന്താണ് അതിൻ്റെ വാല്യൂ എന്താണെന്ന് പോലും അറിയാതെ തന്നെ നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. x ഈക്വൽ ടു എന്ന് ജനറൽ സൊല്യൂഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഓർ അതർവൈസ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ വി ഹാവ് കാൽക്കുലേറ്റഡ് ഹിയർ. The third question is, find all the solutions of the following system of equations. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ കാൽക്കുലേഷനാണ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്താണ്? എ മെട്രിക്സും ബി മെട്രിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മളിവിടെ ഫോം ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമുക്ക് ലീഡിങ് പിവോട്ട് എൻട്രി അല്ലെങ്കിൽ ലീഡിങ് എൻട്രി 1 വരണം. അപ്പോൾ നമുക്കിവിടെ -2 ആണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു റോയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഏത് റോ വെച്ചിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം? വി ക്യാൻ എക്സ്ചേഞ്ച് R1 ആൻഡ് R3. R1ഉം R3യുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ R3 മേളിൽ വരുന്നുണ്ട്, ഫസ്റ്റ് റോ ആയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് R1 താഴെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ മെട്രിക്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തത് ഫസ്റ്റ് റോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ R2 R3 R4ൻ്റെ കാൽക്കുലേഷൻ. R2 എന്താണ്? R2 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R2 മൈനസ് 4 R1. R3 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R3 പ്ലസ് 2 R1 ആൻഡ് R4 ഇസ് R4 മൈനസ് R1. അങ്ങനെ നമ്മൾ ഇവിടെ ഫസ്റ്റ് എൻട്രി നമ്മൾ എഴുതുമ്പോൾ 4 മൈനസ് 4 0 മൈനസ് 2 പ്ലസ് 2 ഇവിടെ എൻട്രി 0 1 മൈനസ് 1 0. ഇനി നമുക്ക് നോക്കാം. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ -8 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ -8 പ്ലസ് 8 ആയിരിക്കും ഇവിടെ വരുന്നത്. സി 4 -8 3 -3 1 2 ആണ്. ദെൻ ഫസ്റ്റ് റോയെ 4 കൊണ്ട് R1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 4 -8 പ്ലസ് 4 -4 4 0 എന്ന് നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യണം. മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ്. സോ 0 0 -1 പ്ലസ് 1 -3 2. സി ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷൻ. അപ്പോൾ R2ൻ്റെ ഫസ്റ്റ് ഈ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് കാൽക്കുലേഷനാണ് വേണ്ടത്. അതായത് R3 പ്ലസ് 2 R1. അപ്പോൾ R3 എന്താണ്? R3 ഇസ് -2 4 -2 -1 4 3. ദെൻ നെക്സ്റ്റ് 2 ഇൻറ്റു R1 ഫസ്റ്റ് റോ. അപ്പോൾ 2 ഇൻറ്റു 2 ഹിയർ -4 2 -2 2 0. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ എന്താ? -2 പ്ലസ് 2 ആൻസർ ഇസ് 0 0 0. ഹിയർ -3 6 3. ഇതവിടെ വന്നല്ലോ ആൻസർ. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷനാണ്. അടുത്ത കാൽക്കുലേഷൻ എന്താണ്? ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 - 1 0 -2 പ്ലസ് 2 0 -1 ഹിയർ 0 -1 -1 -3 പ്ലസ് 1 -2 4 -1 3 a -0 a. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇനി ഞാനിവിടെ എന്ത് ചെയ്യുവാൻ? അടുത്ത സെക്കൻഡ് റോ, ഫസ്റ്റ് റോ വിട്ടേക്കണം. ഇനി അടുത്ത സെക്കൻഡ് റോയ്ക്ക് ലീഡിങ് എൻട്രി എന്ന് പറയുന്നത് -1 ആണ്. എനിക്ക് ആ -1 എന്താക്കണം? ഐ ഹാവ് ടു മേക്ക് ഇറ്റ് ആസ് +1. അത് +1 ആക്കണമെങ്കിൽ ആ റോയെ ഞാനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം നമുക്ക് എന്തായിരിക്കും വരുന്നത്? മൈനസ് എന്താവും? പ്ലസ് ആവും. മൈനസ് പ്ലസ്
ഇവിടെ മൈനസ് ആവും. എന്നിട്ട് അതിന് താഴത്തെ ഈ ഒരു എൻട്രി, അതായത് ഇപ്പം നമ്മൾ സെക്കൻഡ് റോ ഫിക്സ് ചെയ്താൽ താഴെ 2 കാൽക്കുലേഷൻ വേണം, R3 ഉം R4 വേണം. പക്ഷേ R3യിൽ ഇവിടുത്തെ എൻട്രി ആൾറെഡി 0 ആയി കഴിഞ്ഞു. അപ്പോൾ R4 മാത്രം മതി. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഈ ഒരു എൻട്രി ഉണ്ടല്ലോ, -3 6 -3, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് തേർഡ് റോയെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? +1 6/-3 എന്താ? -2 -3/-3 +1 എന്നായിരിക്കും വരുന്നത്. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷൻ, ഇപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം R2 ഫിക്സ് ചെയ്ത്, ഇപ്പോഴാണ് R2 ഫിക്സ് ചെയ്യുന്നത്. R3ക്ക് കാൽക്കുലേഷൻ വേണ്ട, ഇവിടെ 0. R4 മാത്രം മതി. അപ്പോൾ R4 + R2 എന്ന് കൊടുക്കുക. -1 + 1 0, -2 + -1, അപ്പോൾ ഇവിടെ -3 വരുന്നുണ്ട്. ദെൻ 3 - 3 0, 3 + 3 6 ആണ്. ദെൻ A -2, A പ്ലസ് -2 ആകുമ്പോൾ A -2 വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷൻ നോക്കാം. ഇനി നമുക്ക് എന്താണ്? തേർഡ് റോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് റോയ്ക്കുള്ള കാൽക്കുലേഷനാണ്. അപ്പോൾ ഫോർത്ത് റോയിൽ ലീഡിങ് എൻട്രി 1 ആണ്. ഇപ്പോൾ നോക്കിക്കുക, ഫസ്റ്റ് എൻട്രി 1, അതിന് താഴെ 3 സീറോസ്. അടുത്ത ലീഡിങ് എൻട്രി 1, അതിന് താഴെ 2 സീറോസ്. അടുത്ത ലീഡിങ് എൻട്രി 1, അതിന് താഴെ നമ്മൾ 0 ആക്കണം. അപ്പോൾ R4 is replaced with R4 + 3 R2, that is equal to എന്തായിരിക്കും ഇവിടെ വരുന്നത്? -3 + 3 ആകുമ്പോൾ ആൻസർ എന്താ? ഇവിടെ 0. അതായത് R4ൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 0 0 -3 6 A -2. ഇനി ഇവിടെ നോക്കുമ്പോൾ അതായത് 3 × R1, സോ 0 0 0, 3 × R3 ആണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 3 -6 3. അപ്പോൾ ഇവിടെ 0 0 0 0 0, A -2 + 3 A + 1. അതാ ഇവിടെ കണ്ടില്ലേ? ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയും നമുക്കിപ്പോൾ നോക്കാം, പിവോട്ട് എൻട്രി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എൻട്രി 1, അതിന് താഴെയെല്ലാം 0. ഇനി അടുത്തത് എന്താണ്? ഈ ഒരു ഫോർമാറ്റിലാണ് വരേണ്ടത്. 3/3 4/4 ആണ് വരുന്നതെങ്കിൽ 1 0 0 0 1 0 0 0 1 എന്ന ഫോർമാറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇതാ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ എൻട്രി ഇനി ഇതിലുള്ള ഫസ്റ്റ് റോയിൽ ഒരു 0യും വരണമെന്നില്ല. നമുക്ക് ഫസ്റ്റ് കോളം 0 1 കിട്ടി. ഇനി സെക്കൻഡ് കോളത്തിൽ ഈ ഒരു ഫോർമാറ്റ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. പക്ഷേ ഇത് ദാ ഇവിടെ 1 കിടപ്പുണ്ട്. ഈ എൻട്രി 1 ആക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് 0 ആക്കാൻ പറ്റും. അതിന് മുകളിലത്തെ ഈ എൻട്രി നമുക്ക് 0 ആക്കാൻ പറ്റും. ഇവിടെ ഒരു എൻട്രി അല്ലാണ്ട് തന്നെ ഇവിടെ 1 കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഇനിയും ഒരു കാൽക്കുലേഷൻ നമുക്ക് കൊടുക്കണം. അതിനായിട്ട് ഇനി A + 1 എന്താണ്? ഇവിടെ ലാസ്റ്റ് സൊല്യൂഷൻ വരുന്നുണ്ട്. A + 1 A + 1 ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ? നമുക്ക് ആൻസർ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ കാൽക്കുലേഷൻ ഉണ്ടാവില്ല. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് വരുമോ? കോൺസ്റ്റൻ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നൊരു കണ്ടീഷൻ നമുക്ക് വരുമോ? ഇല്ല. അതുകൊണ്ട് വിച്ച് ഇസ് നോട്ട് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ A + 1 വരെയാണെങ്കിൽ നോ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു A + 1 ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ടാണ്. അതായത് ഇവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. A + 1 ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് A ഈക്വൽ ടു എന്താണ്? -1 ആയിരിക്കണം. ഇനി നമുക്ക് അടുത്തത് വീണ്ടും നമ്മൾ ആ മെട്രിക്സ് ഇങ്ങനെ എഴുതിയതിന് ശേഷം നമുക്ക് കാൽക്കുലേഷൻ എന്താണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു എൻട്രി 0 ആക്കാനായിട്ട് R1 is replaced with R1 - R2. അപ്പോൾ 1 - 0 1, വീണ്ടും -2 -0, ഇവിടെ 1 -1 0 വരുന്നുണ്ട്. വീണ്ടും R1ന് R1 - R2 എന്ന് റീപ്ലേസ് ചെയ്യുവാണ്. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഒരു പിവോട്ട് എൻട്രി കൂടി കിട്ടിയിട്ടുണ്ട്. ആദ്യം ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് 2 എണ്ണം കിട്ടി. അത് ഏതൊക്കെയാണ്? അതായത് വി ഹാവ് ഗോട്ട് ഹിയർ 1 എൻട്രി 1 0 0. അടുത്ത രണ്ടാമത്തെ ഒരു എൻട്രി ഇവിടെ കിട്ടിയിട്ടുണ്ട്. 0 1 0 എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ഒരു 0 കിടപ്പുണ്ട്. അതായത് ഇനി പുതിയതായിട്ട് ഒന്നും വരാൻ പാടില്ല. ഉള്ള ചേഞ്ചസിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആൻസർ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കണം. ഇനി ഈ ഒരു ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് R2ൻ്റെ ഈ എൻട്രി എനിക്ക് 0 ആക്കാൻ പറ്റും അല്ലേ? കാരണം ബാക്കിയുള്ളതെല്ലാം ആഡ് ചെയ്താലും ഈ ആൻസേഴ്സ് വരത്തില്ല. അപ്പോൾ ആൻസേഴ്സ് എന്തായിരിക്കും വരുന്നത്? R2 is replaced with R2 + R3. അപ്പോൾ 0 + 0 0 + 0 1 + 0 1 -1 + 1 0 3 + 2 5 -2 + 1
-1 കിട്ടിയില്ലേ, R2ൻ്റെ കിട്ടി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പിവോട്ട് എൻട്രി കൂടി കിട്ടി. അതായത് 1 0 0 0 1 0 0 0 1 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? 0 ഇനി ഒന്നുകൂടി കിട്ടുവാണെങ്കിൽ ഏതായിരിക്കണം കിട്ടേണ്ടത്? ഈ ഒരു എൻട്രി ആയിരിക്കണം 1 വരേണ്ടത്. കാരണം 1 0 0 0, അതുപോലെ ഇനി ഒരു 0 കൂടി വരികയാണെങ്കിൽ ഇങ്ങനെ 0 1 0 0, അതേപോലെ 0 0 0 1 0, അതുപോലെ 0 0 0 0 1 ഈ ഒരു ഫോർമാറ്റിൽ കിട്ടുവാണെങ്കിൽ നമുക്കത് വലിയ ഉപകാരമായിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലൊന്നും ഇവിടെ കിട്ടുന്നില്ല. നമുക്കൊരു 3x3 മെട്രിക്സിൻ്റെ പിവോട്ട് എൻട്രി മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. സോ ഇവിടെ നമുക്ക് വരുന്ന ആൻസർ എന്താണ്? ഈ ഒരു ആൻസറിൽ നമുക്കിവിടെ നോക്കുമ്പോൾ ഐഡൻറ്റിറ്റി ഫോർമാറ്റ് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 1 0 0 0 1 0 0 0 1 അങ്ങനെയാണെങ്കിൽ അത് കറസ്പോണ്ടിങ് കോളം ഏതാണ്? x1 x3 x4. എനിക്ക് x1 ഇതിലേതൊക്കെയാണ്? x1ഉം x3യും x4 എന്ന് പറയുന്നത് ആണ് പിവോട്ട് എൻട്രി വരുന്നത്. പിവോട്ട് സിംറ്റംസ് കാണിക്കുന്നത് അവിടെയാണ്. അപ്പോൾ പിവോട്ട് എൻട്രീസ് വരുന്നത് ഈ 3 കോളംസിലാണ്. സോ ദെയർഫോർ ദേ ആർ ദ ബേസിക് വേരിയബിൾസ്. ഇനി അതുകൂടാതെ ഇവിടെ നമുക്ക് ബാക്കിയുള്ള വേരിയബിൾ ഏതൊക്കെയാണ്? x2ഉം x5ഉം ഉണ്ട് അല്ലേ? x2 അതായത് ഈ ഒരു കോളം x2 ആൻഡ് x5 ഇതില്ല, ഇത് വേറെ, ഇത് ബി കോളമാണ്. സോ x2 ആൻഡ് x5 ഓർ ദ ഫ്രീ വേരിയബിൾസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനിയാണ് നമ്മൾ സൊല്യൂഷനിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടെത്തണം. പർട്ടിക്കുലർ സൊല്യൂഷൻ ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ടു ഫൈൻഡ് ദ particular solution കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ax is equal to b എന്ന് കൺസിഡർ ചെയ്യുക. സോ therefore you will get first the pivot entry elements ഏതൊക്കെയാണ്? x1 x3 x4. സോ x2 x5 നമ്മൾ 0 ആക്കണം. എന്നിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? അവിടുത്തെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x2 x3 x4 നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസേഴ്സ് വരുന്നതാ. ഇവിടെ നോക്കി x4 is equal to 1 വരുന്നുണ്ട്, ആൻഡ് x3 is equal to -2, x3 equal to -1 എന്ന് x3 equal to -1 എന്ന ആൻസർ വരുന്നുണ്ട്. ഇനി ഇത് ഇത്രയും എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x3 equal to -1, x4 equal to x2 equal to 0, x5 equal to 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നതെന്ന് നോക്കാം. x4 equal to, you will get x4 is equal to, ആൻസർ ഇസ് 1. അതും കൂടി ഇവിടെ ഇടുമ്പോൾ x1 is equal to 2 എന്ന ആൻസർ വരുന്നുണ്ട്. therefore xp equal to the solution എടുത്ത് എഴുതുക. അതിനുശേഷം സ്പെഷ്യൽ സൊല്യൂഷൻ ax is equal to 0. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്തായിരിക്കും വരുന്നത്? x1 - 2x2 പ്ലസ് x3 - x4 പ്ലസ് x5 equal to 0. രണ്ടാമത്തെ ഇക്വേഷൻ x3 - x4 പ്ലസ് 3x5 equal to 0. x4 - 2x5 equal to 0. therefore ഇതിൽ ഫ്രീ വേരിയബിൾസ് x2 ആൻഡ് x5 ആണ് ഫ്രീ വേരിയബിൾസ് നമുക്കിവിടെ വരുന്നത്. x2 equal to 1 ആണ്, x5 equal to 0 ആണ് എന്ന് നമുക്ക് എടുക്കാം, അസ്യൂം ചെയ്യാം. അതായത് ഇതിൽ എത്ര ഫ്രീ വേരിയബിൾസ് ഉണ്ടോ ഒരെണ്ണം നോൺ സീറോ ആക്കിയിട്ട് ബാക്കിയെല്ലാം സീറോ ആക്കുക. അപ്പോൾ x2 equal to 1 എന്ന് x5 equal to 0 ഇടുമ്പോൾ നമുക്കിവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ x5 equal to 0, അപ്പോൾ x4 0 കിട്ടുന്നുണ്ട്. ഇവിടെ x4 x5 0 ആണ്, അപ്പോൾ x3യും 0 കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് x3 0, x4 0, x5 0, x2 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x1 equal to 2 അതും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടി. ലെറ്റ് x1 equal to എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൊല്യൂഷൻ വയ്ക്കുക. രണ്ടാമത്തത് x2 equal to 0, x5 equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം x1 equal to 2 എന്നും x3 equal to -1 എന്നും ആൻസർ കിട്ടുന്നുണ്ട്. അത് രണ്ടാമത്തെ സൊല്യൂഷനായിട്ട് എടുക്കുക. അതിനുശേഷം ജനറൽ സൊല്യൂഷൻ എഴുതുക. x equal to xp പ്ലസ് സ്പെഷ്യൽ സൊല്യൂഷൻ. ദാറ്റ് മീൻസ് xpയുടെ സൊല്യൂഷൻ പ്ലസ് λ1 ഇൻറ്റു ദ നെക്സ്റ്റ് സൊല്യൂഷൻ x1. ദാറ്റ് മീൻസ് λ1 ഇൻറ്റു ദ x1 സൊല്യൂഷൻ പ്ലസ് λ2 into x2 solution where λ1 and λ2 belongs to R എന്ന് പറഞ്ഞിട്ട് എടുക്കുക. So that you will get the required solution. This is the required solution to find the particular solution and the general solution, or to find the complete solution. So hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.